ടെൻഷൻ ഉണ്ടോ മുത്തേ? എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചാൽ മതി. ഞാനും വിളിക്കുന്നത്. ഏത് കണാപ്പനാണെങ്കിലും എന്റെ പേര് വിളിച്ചാൽ മതി. കറക്റ്റ്. മിസ്റ്റർ ഭൂപേഷ്, പെട്ടെന്നാവട്ടെ. ബിബീഷേ, ഞാനിവിടെ പപ്പടം കാച്ചല്ലേ ഇന്ന്. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അല്ല, കുട്ടി വറീടാവും. ഈ ഒരു കാര്യം ചെയ്യേ, ഓന്റെ വീട്ടിലത്തെ കടിച്ച് കയറ്റി കൊടുക്കും. കരിയട്ടെ. അല്ല, ഈ വെയിലടിച്ചിട്ടേ മുഖത്തിന്റെ സ്വാഭാവികത ലക്ഷം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഇത്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. വേണ്ട, നമ്മ ഇത് അടിച്ച് വെളുപ്പിച്ചാളി ഫോട്ടോഷോപ്പ് ഇട്ടിട്ട്. ഭൂപേഷ് കുമാർ ഫോട്ടോഗ്രാഫി ഒന്നൊന്നര സംഭവനടാ. യെസ്. പിന്നെ അല്ലാണ്ട് സന്തോഷിനല്ലേ ഏട്ടന്റെ ഗുരു. അതെയാ, മൂപ്പര് കല്യാണം എവിടെയാന്നു? അല്ലടോ, ഓനെ കാറ്ററിംഗിന്റെ പണിയാ. ഓ, ഐ സി. നീ അധികം വർത്താനാക്കാണ്ട് ലൈറ്റ് ഒന്ന് പിടിച്ചു കൊടുക്കും. റിലാക്സ് ചെയ്തോ? ഒന്ന് നേരുന്ന മക്കളെ, ആ കയ്യൊന്ന് അടുപ്പിച്ചേ. ഇങ്ങനെ ചിരിച്ചേ. ഒന്ന് ചിരിച്ച മോളെ. ചിരിക്കൂലേ? ചിരിക്കാല്ലേ മോളെ പറഞ്ഞു. നീ ചിരിക്കപ്പാ. ചിരിക്കോളെ, നീ എത്ര ചിരിക്കണ്ട. അവേട്ടാ അമലെ ഒരു മുറുക്കാനും കൂടെ എടുത്തോളൂ. അഭിയേട്ടനൊന്ന് മുറുക്കി ചവക്കട്ടെ. മൊത്തത്തിൽ ഈ ചന്ദ്രോത്സവം സെറ്റപ്പ് എന്തിനായിരുന്നു? എടാ, ഒരു സിനിമാറ്റിക് അപ്രോച്ചാണ്. അഭിയേട്ടന്റെ ഈ ട്രാജഡി കണ്ടിട്ട് വേണം ചന്ദ്രികയുടെ മനസ്സറിയാൻ. എന്റെ അഭിയേട്ട എന്നും പറഞ്ഞ അവൾ ഇങ്ങോട്ട് ഓടി വരണം. അതിനോളും കൂടി നോക്കുന്നും കൂടില്ല. ഓന്റെ ഓരോ വെകിട് പരിപാടി. എന്റെ കിരണെ സ്വന്തമായിട്ട് എന്തേലും ഒന്ന് ചെയ്. ഒഞ്ഞു പോടാടുന്നു. അഭിയേട്ട, ലാസ്റ്റ് റിഹേഴ്സൽ. തവളപ്രക്കാടി എന്ന ഇരട്ട പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കാട്ടി അറിയാവുന്ന 4 തെറി വിളിക്കുന്നവൾ. തവളപ്രക്കാട്ടിയല്ല, തവളക്കണ്ണി. പിന്നെ മറ്റേ ജസ്റ്റർ മാറിപ്പോ ഇതല്ല, മറ്റത്. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ട. കമോൺ, ഇമോഷൻസ്. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. നിങ്ങളെ പ്രായത്തിനോർത്തിട്ടായിരിക്കും. ഓണാഘോഷം കാണാൻ പോയപ്പോൾ കണ്ണിൽ തമ്മിൽ നോക്കിയിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയവൾ. എന്ത് അഭിയേട്ട പടം മാറി. ഓ സോറി അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പലോകമല്ല ഈ ഉലകം. അമ്മലെ, അഭിയേട്ടൻ കഴിയുന്നുണ്ടോ? നമ്മള് പൊളിക്കത്. നേരത്തെ തുടങ്ങിയാന്ന്. അതിന് നമ്മൾ സിനിമ കാണാനൊന്നുമല്ലോ പോകുന്നത്. വാങ്ങ ഈ ഫോട്ടോഗ്രാഫർ ആരാ നോക്കി നോക്കണേ? ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ചു വെക്കേണ്ടതാണ്. ആരാധാര ഭൂപേഷല്ലേ? ഫോട്ടോ പറഞ്ഞാ പറ്റും. ചന്ദ്രികേ, ബിബീഷേ, കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ രണ്ടാളും? ഒന്ന് നൈസായിട്ട് ചിരിച്ചാൻ ദാനെ പോലെ. പിടിച്ചോ മുടുക്കൻ. അതുകൊണ്ടാ കുട്ടി അങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ട്, ഇങ്ങനെ ഒരു ഷോട്ട്. ഓ ഷിറ്റ്. നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേ? യെസ്, അതെ. ഓ ദേ, പിന്നെ ദേവേച്ചി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാനും സമ്മതിക്കില്ല. ഏതോ പെണ്ണിനെ കൊണ്ട് വന്നാന്ന് അത് കണ്ടുവാ. മോനെ, എടാ ദേവിയില്ലത് ആരാന്ന് ഇപ്പത്ര ദൈവമേ, ഓളെ കൊണ്ട് ഇന്നെങ്കിലും നിനക്ക് ഉപകാരം ഉണ്ടാവുക. ഇത് മുടക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് കല്യാണം കഴിപ്പിച്ചനെ. ഇത് ഓളോട് എന്താ കൊനസ്റ്റ് പറയുന്നതാണ്, അതുകൊണ്ട് നമുക്ക് കാര്യമല്ലല്ലോ. ഓളല്ലല്ലോ, ഓളെ അച്ഛനല്ലേ കേൾക്കേണ്ടത്. പക്ഷെ അവള് ചിരിച്ചോണ്ടാ പറയുന്നേട്ടാ. എന്നാ കൊനസ്റ്റ് തന്നെ. ഇത് രവിയേട്ടന്റെ മോള് ചന്ദ്രിക ഏനായിട്ട് ഹോട്ടൽ നടത്തുന്നേ. തീരെ ചെറുപ്പത്തിനോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയാ? നിങ്ങെന്താ രണ്ടാളൂടെ ഷൂട്ടിങ്ങിനൊക്കെ വന്നതാ? നോ ആന്റി, നമ്മളെ വെഡിങ് ആണ്. എന്റെ ഭൂമാല പോതി ഞാൻ കേൾക്കുന്ന വെഡിങ്ങാ. എടാ മൂക്കളെ മാറാത്ത നിനക്കെന്താ വെഡിങ്? എന്നാ വർഷം? എനിക്ക് പ്രായമായി. വൈ നോട്ട്? നിന്റെ ശ്വാസം മുട്ടലൊക്കെ മാറിയടാ. ഓ മൈ ഗുഡ്നസ്. നീ അപ്പളും മെലിച്ചു കിടക്കലെന്ന് നിന്റെ അമ്മ പറയലുണ്ടല്ലോ. ചന്ദ്രിക ഉദ്ദേശിച്ച വലിയല്ലത്. അല്ല, ചന്ദ്രിക ഉദ്ദേശിച്ച വലിയ തന്നെ. പക്ഷെ ഞാൻ നിർത്തി. ഐ ക്വിറ്റ്. പെരുമ്പപ്പുഴയ്ക്കപ്പുറം ലോകം കാണാത്തൊരു പെണ്ണിനെ വളയ്ക്കാനുള്ള വിദ്യ ബിബീഷ് ബാലന് അറിയാം. ഓളും മംഗലാപുരത്തൊക്കെ പഠിച്ചാ ചങ്ങായി. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനക്ക് ഇങ്ങോട്ട് വന്നേ. അമ്മലെ അപ്പുറത്തെങ്ങാനും കൂട്ടിട്ട് പോയാ വാക്കും കേട്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് ഛർദിക്കുന്ന അത്ര പ്രതീക്ഷ. ബ്യൂട്ടി അങ്ങ് പോയി. പോട്ടെ. വർത്തമാനം കഴിഞ്ഞില്ലേ? റെഡി? ഓരോ സൂക്കറാണ്. പണ്ടേ
അവന്റെ സൂക്കേട് മാറി കിട്ടിയാ മതിയായിരുന്നു. ഏ ലേഡി, നിങ്ങൾ എന്തെല്ലോ കൊള്ളിച്ചോറിന്ന് കൊള്ളിച്ചറിയുന്ന ഈ പെണ്ണ് എന്ത് പുല്ലരെ വന്നല്ലേ പുല്ലരിച്ചിട്ട് പോകോ? അല്ല, ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടാവുക. ആ ഉണ്ടാവും, കൊറേ പേരുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നിർത്തും. ഇപ്പൊ നിർത്തുവാ? എടുക്ക്. ഓന് വിട്ടിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ചന്ദ്രികയെ ഉപേക്ഷ എത്ര സമയമുള്ള പറയുന്നത്? ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തൂടെ മോളെ? നീ നിന്റെ പണി നോക്ക്. ഒരു മിനിറ്റടാ. 60 seconds. പിന്നെ ഇതെല്ലാം എന്റെ പണി. ഞാനേ ക്യാമറ സെറ്റാക്കി വെക്കും. നീ ഓളറിയാണ്ട് ഓടത്ത് പോയിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഞാനാ? ഞാൻ കൊടുക്കണം. ഞാൻ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യും. എടാ ഉപേക്ഷിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും പറയിട്ട് പോകണം. അതോ അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും. റിസൾട്ട് കിട്ടോ? ആ പിന്നെ അത് മതി. ഓടാ അനുഗ്രഹിക്കണം. നന്നായി വരും. All the best. റെഡി? ഇതൊരു ഒന്നൊന്നര ക്ലിക്കായിരിക്കും. Ready അല്ലേ? നീ കൊള്ളാല്ലേ? ചന്ദ്രിക ഒന്നും തിരിയുന്നില്ല. പോവാനും പറ്റില്ല. നമ്മള് സാധനം ഉണ്ടല്ലോ. നല്ലോണം കൊടുത്തൂല്ലേ? ആ പാവോ, കൊടുത്തത് കുറഞ്ഞു പോയി. അല്ല, ഇത് എന്റെ വീട്ടിലറിഞ്ഞ പ്രശ്നാവോ? എന്റെ വീട്ടില് ഞാൻ പറയൂല. ഓന് നാണക്കേടല്ലേ, ഓനും പറയൂല. ഇപ്പൊ 2 വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. അതെന്തേ? എന്റെ ഇളയമേനെ കാണുന്നില്ല. ഏ ബിന്ദു, ഏണേ. നിങ്ങന്ന് ദേവിച്ചി പറയുന്നത് നിങ്ങക്ക് തോന്നിയതായിരിക്കും. അയ്യോ, ഞാനെന്തിനാ നിന്നോട് ഇല്ലാത്ത പറയുന്നത്? നിന്റെ ചെക്കൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാലേ എനക്കും വിഷമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവൂലല്ലോ. ഓന്റെ കയ്യിലുണ്ട് കുരുത്തക്കേട്. എന്തെന്ന്? ഇക്കണ്ട ജനം നോക്കി നിൽക്കുമ്പോ ഓനെന്തിനോളം ഉമ്മ വെച്ചടി? ജനങ്ങളിലുണ്ടായില്ല. ജനങ്ങളെന്ന് പറഞ്ഞാല് ഒരു ചെങ്ങായിമാരുണ്ട്. ഇങ്ങോട്ട് വരട്ട് നായി. കല്യാണത്തിന് മുന്നേ അടി വാങ്ങിട്ട്. അതന്നെയാണ് ഞാനും പറയുന്നത്. അതന്നെയാന്ന് ഞാനും പറയുന്നത്. ഒരു ഉമ്മ വെക്കാൻ പോയേന്, അതും ഇഷ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു പെണ്ണ് അടിക്കുക. മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിനി ഓക്കൊരു താല്പര്യക്കുറവ്. ഷീ സാഡ് മാൻ. ഞാൻ ദുബായി പോകുന്നതിന്റെ വിഷപ്പാ നോക്ക്. അതുകൊണ്ടായിരിക്കല്ലോ മുഖത്ത് നോക്കി യാത്രയായി പോന്ന് അല്ലേ? സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെല്ലാം റെഡി ആയി വന്നിട്ട് ഓള് നിന്റെ മുഖത്തടിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ മുഖത്തല്ല അടിച്ചിരി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ, ചോര കുടിയുന്നുണ്ടോ? ചോര പൊടിയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പഴുത്ത് വീങ്ങി അത്ര ഉള്ളു.